വെള്ളപ്പയർ പൈസ സാധനം മേടിച്ചോ. ഈ അറിവൊന്നും വേറെ ആരോടും പോയി ഷെയർ ആക്കരുത് കേട്ടോ. ഓ സയൻസ്, ഓ യാ. ഓരോ സ്ഥലത്ത് ഓരോ വിശേഷങ്ങളും ഓരോ രീതിക്കായിരിക്കും നമ്മൾ ആഘോഷിക്കുക അല്ലെ. നമ്മുടെയൊക്കെ ഇവിടെ വിഷു ആഘോഷിക്കണ എങ്ങനെ വെച്ചാല് വിഷുവിന്റെ തലനാള് നമ്മള് ഇലട ഉണ്ടാക്കും. ആ ഇലടയാണ് നമ്മൾ കണി കാണാൻ വെക്കുക കേട്ടോ. കണി കാണാൻ മാത്രല്ല, തലനാള് ഇലട ഉണ്ടാക്കിയ അപ്പ തീറ്റ തുടങ്ങി കഴിഞ്ഞാൽ പിറ്റേസം അത് കഴിയണാണ് കണക്ക്. അങ്ങനെ ഈ ഇലട കൊണ്ടൊരു പ്രയോജനം ഉണ്ട്. വിഷുവിന്റെ അന്ന് രാവിലെ നമ്മൾ പ്രത്യേകിച്ച് വേറെ ടിഫിൻ ഒന്നും ഉണ്ടാക്കില്ല. ഈ ഇലടയും കഴിക്കും, പിന്നെ നല്ല വിഷുക്കഞ്ഞിയും കുടിക്കും. അപ്പൊ ഞാൻ ഒരു പാക്കറ്റ് അരിപ്പൊടി കൊണ്ടാണ് നമ്മുടെ ഇലട ഉണ്ടാക്കുന്നത്. കുറച്ചധികം ആയിക്കോട്ടെ ഓർത്തിട്ട്, നല്ലല്ലേ എന്നത്തേക്കും നാളത്തേക്കും ഒക്കെ ആവുള്ളൂ. തോനെ ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ അട ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയാലേ ഉണ്ണിയൊക്കെ ഇഷ്ടമുള്ളൂ. അപ്പൊ വൈകുന്നേരത്തെ പണികളൊക്കെ എടുക്കാൻ പിന്നെ എന്റെ അച്ചൂട്ട സഹായിക്കുന്നുണ്ട്. ഓനാണ് പാത്രമൊക്കെ കഴുകി തരുന്നത്. ആദ്യത്തെ പിന്നെ അകായൊക്കെ അടിച്ചോരി അടുക്കി പെറുക്കി വൃത്തിയാക്കി തന്നു. അങ്ങനെ 2 ചെക്കന്മാരും കൂടി അമ്മേനെ നല്ല രീതിക്ക് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ഇടയിൽ ഏട്ടനും അനിയനും കൂടി ഒരു അടിപിടി ചണ്ട ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്ത് സോപ്പിട്ട് മയക്കാണ്. കുട്ടിക്കുറുമ്പ് ഇത്തിരി ഒന്ന് ശമിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ള അട പരത്താൻ വേണ്ടി പോയി. 2-3 ട്രിപ്പ് ആക്കണ്ടേ. ഞാൻ ഇഡ്ഡലി തട്ടിലാണേ മൊത്തം അടയും വേവിച്ചെടുക്കുക. അപ്പൊ ഞാൻ കണ്ടു അടയുടെ ഒരു സൈഡിലോട്ട് മാത്രമാണ് തേങ്ങയും ശർക്കരയും കൂടെ ഇങ്ങനെ കട്ടിക്ക് വെക്കുക. എന്നിട്ട് ആ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അതിങ്ങോട്ട് മറച്ചടച്ചു വെക്കും. അങ്ങനെയാണ് പാട മടക്കല് കേട്ടോ. എനിക്ക് ഈ ഒരു ടിപ്പ് എനിക്ക് കിട്ടിയത് എഴുത്തിയമ്മ. മുന്നേക്ക് ഞാൻ ആ ഇല മൊത്തം ആ പരത്തിയ അട മൊത്തം ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്താൽ കൂട്ട് ഇങ്ങനെ പരത്തി വെക്കുമായിരുന്നു. അപ്പൊ നല്ല തിക്കാവൂലെ. പക്ഷെ ഇങ്ങനെ ആക്കണയാണ് എളുപ്പം. 2 സൈഡിലേക്കും നല്ല രീതിക്ക് ഈ ഒരു ശർക്കരയും തേങ്ങയും ചേർത്ത മിശ്രിതം പറ്റി പിടിക്കുകയും ചെയ്യൂലോ. അപ്പൊ അങ്ങനെയൊക്കെ കേട്ടോ. ഓരോരുത്തർ ഓരോ രീതിക്കാണ് അട ഉണ്ടാക്കുക. അതുപോലെ ഇത്തവണ നമ്മള് വാഴയിലയിലാണ് അടയാക്കുന്നത്. ചിലപ്പോ നമ്മള് പൊടുണ്ണി ഇലയിലാണ് അട ഉണ്ടാക്കല്. ഞാൻ അടുക്കളയിൽ അട ഉണ്ടാക്കുന്ന തിരക്കിലാണെങ്കിൽ ഉമ്മർത്ത് ഉണ്ണിയോളുമായിട്ടും പടക്കവും പൂത്തിരിയും കത്തിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ഇതില്ലാതെ പിന്നെ ഉമ്മക്കൊക്കെ ഒരു വിഷു ആഘോഷം ഇല്ലാലോ. പോലും ഇതാ അതെല്ലാം അവിടെ ഉമ്മർത്തുനിന്ന് കത്തിക്കണും പൊട്ടിക്കണും ഒക്കെ ഉണ്ട്. ഈ പടക്കവും പൂത്തിരി ഇങ്ങനത്തെ സാധനമൊക്കെ ആകുമ്പോഴേ എനിക്ക് നല്ല പ്രശ്നമാണ്. കാരണം ശ്വാസമുട്ടും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ഞാൻ മാസ്ക് ഇട്ടിട്ടൊക്കെയാണ് പൂത്തിരിയും പടക്കമൊക്കെ പൊട്ടണതൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പടക്കവും പൂത്തിരി എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ എന്റെ ഉണ്ണിയോളെ കൊണ്ട് അത് അധികം ഞാൻ കത്തിപ്പിക്കും പൊട്ടിപ്പിക്കും ഒന്നും ചെയ്യൂല. ഞാൻ പറയും അച്ഛ പൊട്ടിക്കും, നിങ്ങളത് നോക്കിന്നാതി. എനിക്ക് എന്തോ ഒരു ടെൻഷനാണ് ഈ സാധനം കേട്ടോ. ഞാൻ കാണാണ്ട് അവര് കുറെ മാട്ടിയിട്ടൊക്കെ ഒപ്പിക്കും, അത് വേറെ കാര്യം. വിഷുവിന്റെ അന്ന് രാവിലെ ഒരു 4:30 മണിക്ക് എണീറ്റു. വേഗം മെഡിറ്റേഷനൊക്കെ ചെയ്തു. കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ ദീപം വെച്ചു കേട്ടോ. പലതാള് നമ്മള് വിഷുക്കണിയെല്ലാം ഒരുക്കിയതാ. അപ്പൊ ഞാൻ എന്റെ കണ്ണിങ്ങനെ പകുതി മുക്കാലും ചിമ്മിയിട്ട് ഞാൻ എന്നെ തന്നെ ഇങ്ങോട്ട് കണി കാട്ടിക്കൊടുത്തു. എന്റെ ഭഗവാന്റെ വിഗ്രഹവും ഭഗവാന്റെ കണി വെച്ചതെല്ലാം. എന്നിട്ട് പിന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ദീപം കത്തിച്ചിട്ട് നല്ല പോലെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. നമ്മളെ അമ്മമാർക്ക് കണി കാണലൊക്കെ അങ്ങനെയാണല്ലോ അല്ലെ. അല്ലാണ്ട് ഇമ്മളെ കണ്ണൊക്കെ പൊത്തിയിട്ട് ഇമ്മക്ക് കണി കാണിച്ചു തരാൻ നമ്മളെ അച്ഛന്റെ അമ്മയുടെ അടുത്തും അല്ലല്ലോ. അച്ഛനും അമ്മയ്ക്ക് കൂടുള്ള കാലമൊക്കെ തന്നെയാണ് അങ്ങനത്തെയൊക്കെ കുറെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും എന്റെ തൊഴലും പ്രാർത്ഥിക്കലും എല്ലാം കഴിഞ്ഞ് ഉണ്ണിയോളെയും ഏട്ടനെയും കണി കാണിക്കാൻ നിൽക്കുകയാണ്. കഴിഞ്ഞ കൊല്ലത്തെ വിഷുവിനെ ഞാൻ അതുപോലെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിൽ ഞാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഞാൻ ആ ഒരു വിഷു ദിനത്തിൽ പ്രാർത്ഥിച്ച ഏറെക്കുറെ കാര്യങ്ങളും ഈ ഒരു വിഷുവിന് എന്റെ ഭഗവാൻ എനിക്ക് സാധിപ്പിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനെല്ലാം ഞാൻ എന്റെ ഭഗവാന്റെ അടുത്ത് മുട്ടയിപ്പ് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ കൊല്ലം വിഷുവിനേക്ക് ഇതുപോലെ കണി വയ്ക്കാൻ വിഗ്രഹം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളെ സ്വാമിക്കൊണ്ടുള്ള അങ്ങനെയാണ് കണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. കൊല്ലം ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് അത്രമേ ഇഷ്ടപ്പെട്ട എന്റെ ദിവ്യപ്രഭാകൃഷ്ണൻ എന്നുള്ള വിഗ്രഹമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഗ്രഹത്തിന്റെ ചൈതന്യം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. നമ്മളതെങ്കിലും എന്റെ കൃഷ്ണാടി ഓട്ടി സ്റ്റോറിന്ന് മേടിച്ചാണ് കേട്ടോ. അപ്പൊ ഞാൻ ഏട്ടനും ഉണ്ണികൾക്കൊക്കെ കണി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ആ വെള്ളിയുടെ വിഗ്രഹം കാണാനില്ലേ, ആ കൃഷ്ണനൊരു ആദ്യമായിട്ടിരിക്കണേ, അതാ കാണി വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ല ഞാൻ അതും കൂടെ ചേർത്തിട്ട് തന്നെയാണ് കാണി വെച്ചിട്ടുള്ളത്. അവിടെ വന്ന വഴിയും പഴയതും ഒന്നും നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതാ ഞാൻ എന്റെ ദിവ്യപ്രഭാകൃഷ്ണ വിഗ്രഹം കൂടെ ചേർത്ത് വെച്ച് അതിന്റെ മുന്നിൽ എന്റെ കുഞ്ഞുണ്ണി കൃഷ്ണനെ വെച്ചിട്ടുണ്ട്. കണ്ടോ, കുഞ്ഞുണ്ണി കൃഷ്ണൻ. അതെല്ലാം വെച്ചിട്ടാണ് കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവർക്കും എന്താ പറയാ, സമ്പൽ സമൃദ്ധി എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടിയിട്ട് ഉള്ള വിഷു. ഇവിടുന്ന് അങ്ങോട്ട് വരണ്ട, എന്റെ കർണപടം പൊട്ടി തുളിച്ചു. അപ്പൊ ഞങ്ങളുടെ കണി ഇതാട്ടോ, വിഷുക്കണി. അപ്പൊ ഞേട്ടൻ ഞങ്ങക്ക് കൈനീട്ട് തരണം, അതാണല്ലോ മെയിൻ ആയിട്ടുള്ള കാര്യം. എത്ര നേരമായി കൈ നീട്ടി ഇങ്ങനെ നിക്കണു. അത് വേണ്ട, അവിടെ ഒരു 500ന്റെ നോട്ട്. അത് മതി. എനിക്ക് മേലത്തെ നോട്ട് വേണ്ട.
എനിക്ക് ഏറ്റവും താഴത്തെ മതി. പിടിക്കാതെ കാലം എടുത്തരുന്നേ. ഇതൊക്കെ വേണോ പിള്ളേച്ച? അനുഗ്രഹിക്കൂ. കൈനീട്ടം കിട്ടിയ പൈസ ഒക്കെ എണ്ണി തിട്ടപ്പെടുത്തി പിന്നെ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിട്ടോ. ഈ സമയമാണ് എന്താണ് ബാക്ടീരിയ. പിന്നെ എന്റെ ഏട്ടൻ കുറച്ച് എന്താ പറയാ ആധികാരികമായ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. അടക്കം പൂത്തിരിയൊക്കെ കത്തിക്കുന്നത് നല്ലതാണ്, അണുക്കളെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഇങ്ങനെ എന്തെന്തൊക്കെയോ. അപ്പൊ ഞാനിങ്ങനെ അവരെ നല്ലോണം അഭിനന്ദിച്ചു. നിങ്ങൾക്ക് ഇത്രയും വലിയ അറിവും വിവരം ഉള്ളത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇനിയിപ്പോ അത് എവിടെ ചെന്ന് പറയരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കെട്ടവരും കൂടെ മുണ്ടേക്കോട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ ഇങ്ങനെ ആളെ കാണാത്ത പോലെയല്ല, നല്ല തിരക്കും കൂട്ടമായിരുന്നേ അമ്പലത്തിന്റെ ഉള്ളില്. അവിടെ എത്തിയിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമല്ലേ. എല്ലാ വർഷത്തെ വിഷു പോലെയല്ല, ഇക്കൊല്ലത്തെ വിഷുവിനിക്കിന്റെ ഭഗവാന്റെ നടക്കുന്ന കൈനീട്ടം കിട്ടി. അപ്പൊക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ 5ന്റെ ആ ഒരു കോയിൻ അങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കൊല്ലത്തെ വിഷുവിന് ഞാൻ 5ന്റെ തൊട്ടെടുത്തിട്ട് ഭഗവാന്റെ തൃപ്പടിയിൽ കൊണ്ടുവയ്ക്കും. പിന്നെ അടുത്ത വർഷം വീണ്ടും കൈനീട്ടം മേടിക്കണം എന്നൊക്കെയാണ് എന്റെ ഒരു ആഗ്രഹം കേട്ടോ. അപ്പൊ അതാ നമ്മള് കൈനീട്ടമൊക്കെ മേടിച്ചു, അവിടുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് നമുക്ക് നല്ല വിഷുക്കഞ്ഞി അതുപോലെ തന്നെ വിഷുപ്പുഴുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ചക്കപ്പുഴുക്കായിരുന്നേ. പിന്നെ നല്ല മാങ്ങ അച്ചാറ്. ഈ കഞ്ഞിക്ക് എന്തൊരു സ്വാദാണ് അറിയോ. അപ്പൊ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ നിന്ന് മുണ്ടേക്കോടുന്നാണ് വിഷുക്കഞ്ഞി കഴിച്ചിട്ടുള്ളതും കുടിച്ചിട്ടുള്ളതും ഒക്കെ കേട്ടോ. ഏട്ടനെയും കൂടെ കൂട്ടിയിട്ട് പോയത് കൊണ്ട് എനിക്ക് അതിന്റെ ഒരു സന്തോഷമുണ്ട്. സാധാരണ ഏട്ടൻ വല്ല ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിഷുവിന്റെ അന്നാണെങ്കിലും ശരി, ഓണത്തിന്റെ അന്നാണെങ്കിലും ശരി, രാവിലെ ഒരു മുങ്ങലാണ്. ഇന്നിപ്പോ കയ്യാലെ അങ്ങ് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ ഏട്ടനും അത് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഏട്ടൻ പറയാണ് ശരി എന്നെ എന്തേലും അണ്ടർജി ഇതുപോലെയൊക്കെ ഉണ്ടാവുമ്പോ കുറെ ഉണ്ടാക്കുക തിന്നാന്നല്ലാണ്ട് അമ്പലത്തിൽ പോവോ തൊഴുവോ ഒന്നും ചെയ്യൂലാലോ. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യണ്ടേന്ന്. അപ്പൊ വിളിച്ച പോലും വരൂല. എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ ഞാനും ഇതൊക്കെ ഇപ്പോഴാണ് കേട്ടോ കൃത്യമായി ചെയ്യാൻ തുടങ്ങിയത്. മുന്നേക്കെ എപ്പോഴെങ്കിലും അമ്പലത്തിൽ പോകുന്നല്ലാണ്ട് ഇങ്ങനെ പ്രധാന ദിവസങ്ങളിൽ അമ്പലത്തിലേക്ക് ഓടിയെത്തുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പൊ അതൊന്നും ചിന്തിക്കണ്ട, നമ്മൾ മാറി. ഇനി അങ്ങോട്ടുള്ളത് മാത്രം ചിന്തിക്കുക. എപ്പോഴെങ്കിലും ഒക്കെ ലേട്ടാ അമ്പലത്തിലേക്ക് പോരുള്ളൂ. അപ്പൊ അറിയുന്ന ആൾക്കാരൊക്കെ ഇന്നിപ്പോ അമ്പലത്തിലൊക്കെ വന്നോ എന്നൊക്കെ ചോദിച്ച് വർത്താനത്തിൽ നിൽക്കണം. ഏട്ടന് ചെന്നിട്ട് വേണം ഒരു ഓട്ടത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ മണ്ടാണ് കേട്ടോ. ഇന്ന് മൊത്തത്തിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് നടന്നിരുന്നത്. എന്റെ ഒരു കൂട്ടുകാരി എനിക്ക് ഇന്ന് 100 രൂപ കൈനീട്ടം തന്നട്ടോ. തിരിച്ച് അവൾക്ക് ഞാൻ കൈനീട്ടൊന്നും കൊടുത്തില്ല. ഞാൻ ഷോക്കായി പോയി. ആദ്യമായിട്ടാണ് ഒരു ഫ്രണ്ട് കൈനീട്ടം തരുന്നത്. ഫ്രണ്ടിനെ നിങ്ങൾക്ക് അറിയണ്ടാവും, സോഷ്യൽ മീഡിയയിലൊക്കെ ഫെയിം ആണ്. മിസ്റ്റ് ഇൻ കേരള, അതാണ് പേജിന്റെ പേര് കേട്ടോ. ഇവിടെ ഇതിക്ക് മുണ്ടേക്കോടുന്ന് കൈനീട്ടം കിട്ടിയതാണ് കേട്ടോ. അത് ഞാൻ എടുത്തു വെക്കാൻ പോവാണ്. എനിക്ക് കിട്ടിയ കൈനീട്ടങ്ങളില് ഏറ്റവും 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 വിലപ്പെട്ട കൈനീട്ടാണിത്. മുണ്ടേക്കോടുന്ന് കിട്ടിയ ഇതാ ഈ പൈസ. നിങ്ങളുടെ പൈസ മുണ്ടേക്കോടുന്ന് കിട്ടിയത് കഴിഞ്ഞ അതിലോട്ട് പോണ്ട. ഇതിൽ ഏതെങ്കിലും ഒരു അവയിൽ വെച്ചായി. എല്ലാവരുടെ അടുത്തും ഹാപ്പി വിഷു പറയട്ടാ. എല്ലാവർക്കും ഹാപ്പി വിഷു. 5 എല്ലാവർക്കും ഹാപ്പി വിഷു ഉണ്ട് കേട്ടോ. ഭഗവാന്റെ ഹാപ്പി വിഷു. വെള്ളപ്പയറ് വറുത്ത് വെള്ളത്തിലിട്ടായിരുന്നു. പിന്നെ അത് കുക്കറിൽ വേവിച്ചെടുത്തു. പിന്നെ കഞ്ഞി ഉണ്ടാക്കി, കഞ്ഞിക്ക് തേങ്ങ ചിരകിട്ടതും വെള്ളപ്പയർ വേവിച്ചതും കൂടി ഇട്ട് ഇളക്കി വിഷു കഞ്ഞി റെഡി. അത്ര എളുപ്പമാണ് കേട്ടോ വിഷു കഞ്ഞി ഉണ്ടാക്കാന്. പിന്നെ നമ്മള് വെള്ളപ്പയർ വേവിച്ചിട്ടുണ്ടല്ലോ, അതിക്ക് ചക്ക കൊത്തിയരിഞ്ഞിരുന്നു. അപ്പൊ അത് ഇട്ട് പച്ചമുളക് കീറിയിട്ട് ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിലട് വെച്ച് കഴിഞ്ഞാല് ചക്കപ്പുഴുക്കും സെറ്റ്. ഇത്രേ പണിയുള്ളൂ. ഞങ്ങളുടെ ഇവിടെ വിഷുവിന് ഇതാണ് സ്പെഷ്യൽ കേട്ടോ. പിന്നെ കൂട്ടത്തിൽ കടിക്കാനായിട്ട് പപ്പടം കാച്ച, തൊട്ടുകൂടെ അച്ചാറുണ്ടാക്ക, അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ സൂപ്പർ ആവും. ഞാൻ പക്ഷെ പപ്പടം മാത്രമേ കാച്ചുള്ളൂ, അച്ചാറൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ തന്നെ നമുക്ക് ഇഷ്ടാവും. സാധാരണ വിഷുക്കഞ്ഞി ആക്കി കഴിഞ്ഞ പിന്നെ ഉച്ചാമ്പത്തി ഒന്നും പ്രത്യേകിച്ച് വേണമെന്നില്ല, എന്നെ കഴിക്കാം. പക്ഷെ അച്ചൂസിന് പറ്റില്ല. അച്ചൂസിന് ചോറ് വേണം. അവന് ഈ വെള്ളപ്പയറിട്ട കഞ്ഞി അത്ര ഇഷ്ടമല്ല. വെള്ളപ്പയറിടാണ്ട് ഞാൻ മുക്കി വെക്കുകയാണ് സാധാരണ ചെയ്യല്. ഇന്ന് പക്ഷെ ഞാൻ എന്ത് മറന്നു, കഞ്ഞി മുക്കിച്ചേക്ക് ഒന്നിച്ച് വെള്ളപ്പയറോട് കൂട്ടിയിട്ടു. ഈ ഒരു പുഴുക്കില് നമ്മള് കൂടുതൽ ഐറ്റംസ് ഒന്നും ഉൾക്കൊള്ളിക്കുന്നില്ല കേട്ടോ. ചക്കയും വെള്ളപ്പയറും പച്ചമുളകും മാത്രം കീറിയിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. പിന്നെ തേങ്ങ ചിരകിട്ട് ഇളക്കുക, കടുവും കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് പാരുക, അത്രേ ഉള്ളൂ. ഓരോ സ്ഥലത്തും ഓരോ രീതിക്കായിരിക്കും ഈ വിഷു അങ്ങനെയുള്ള ആണ്ടർജികളൊക്കെ ആഘോഷിക്കുക അല്ലെ. ചില അവിടെയൊക്കെ ഉണ്ണിയപ്പം ഇറച്ചിയൊക്കെയാണ് ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളുടെ പാതാക്കര പെരിന്തൽമണ്ണ അവിടെ വന്നിട്ട് വിഷുവിന്റെ തലനാൾ നമ്മൾ ഉണ്ണിയപ്പോ അല്ലെങ്കിൽ നെയ്യപ്പം ഉണ്ടാക്കും. പിന്നെ ഇറച്ചി ഉണ്ടാക്കിയിട്ട് അങ്ങനെ വൈകിട്ട് ഉണ്ണിയപ്പോ നെയ്യപ്പം കൂടെ വെച്ചു കൊടുക്കും. പിന്നെ അതിന്റെ ബാക്കി ഉണ്ണിയപ്പം എടുത്തിട്ട് പിറ്റേ ദിവസം നമ്മൾ കണിയും വെക്കും. പിന്നെ രാവിലെയും തലേദിവസത്തെ ചിക്കൻ കൂട്ടിയിട്ട് കഴിക്കുക. ഞങ്ങളുടെ അവിടെയൊക്കെ വിഷുവിന്
എന്ത് സ്പെഷ്യൽ എന്ത് വെറൈറ്റി ഉണ്ടാക്കാൻ ജസ്റ്റ് കമന്റ് ചെയ്യൂ കേട്ടോ. ഓരോ സ്ഥലത്തും വ്യത്യസ്ത തരം സംഭവങ്ങളാവൂലോ, അപ്പൊ നമുക്ക് അതൊക്കെ അറിയാലോ വെറുതെ. അപ്പൊ ഞങ്ങൾ ഇതാ നല്ല പുഴുക്കൊക്കെ കൂട്ടി പപ്പടവും കാച്ചി അതും പൊടിച്ചാണ് കഞ്ഞി കുടിച്ചത്. ഷോർട്സ് വീഡിയോ ഞാൻ വിഷുവിന്റെ അന്ന് തന്നെ അപ്ലോഡ് ചെയ്തായിരുന്നു. ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇതാ ഇത്രയും വൈകിട്ടുണ്ട് കേട്ടോ. ഇടയിൽ കുറച്ച് തിരക്കപ്പെട്ടു, അതാ ഉണ്ടായത്. അപ്പൊ ഇനി ലോങ് വീഡിയോ ഒക്കെ തുടർച്ചയായിട്ട് ഇടണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ലോങ് വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ നമുക്കുണ്ടല്ലോ, അവരൊക്കെ നമ്മളടുത്ത് എപ്പോഴും ലോങ് വീഡിയോയും കൂടെ പോസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനിയിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പൊ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. എപ്പോഴെങ്കിലും ഒക്കെ ഇതുപോലെ വ്ളോഗ് ഇട്ടിട്ടില്ലെങ്കിൽ വ്ളോഗ് കാണുന്ന ഫ്രണ്ട്സിനും പറ്റ മറക്കൂലേ എന്നോർത്തിട്ട്. അപ്പൊ വീണ്ടും ഇനി അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റ ടാറ്റ ബൈ ബൈ.